ഹായ് നമസ്കാരം. നമ്മളിന്ന് തയ്യാർ ചെയ്യുന്നത് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മൾ ആദ്യമായി അരി വേവിക്കാനുള്ള വെള്ളം ചൂടാക്കുന്നു. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ബസുമതി റൈസ് ആണ്. ബസുമതി റൈസ് നമ്മൾ ഏകദേശം ഒരു അരമണിക്കൂറോളം കുതിർത്ത് വെച്ചതാണ്. ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുന്നു. വെള്ളം ചെറുതായി ചൂടാകുമ്പോൾ നമ്മൾ കുതിർത്ത് മാറ്റി വെച്ച ബസുമതി റൈസ് ഇതിലേക്ക് ചേർക്കുന്നു. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർക്കുന്നു. ഇനി നമുക്ക് ഈ അരി വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിനാവശ്യമായ വെജിറ്റബിൾസ് കട്ട് ചെയ്യാം. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ബീൻസ്, ക്യാരറ്റ്, ഉള്ളിത്തണ്ട്, ചെറിയുള്ളി, ക്യാബേജ് ഇവയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു പാൻ ചൂടാക്കുന്നു. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുന്നു. ചെറിയുള്ളി ഇടുന്നു. ചെറിയുള്ളി ഇട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റുന്നു. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ബീൻസ് ചേർക്കുന്നു. ബീൻസും അതുപോലെ ചെറുതായി ഒന്ന് വഴറ്റുന്നു. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ക്യാരറ്റാണ്. ക്യാരറ്റ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നു. അതിനുശേഷം നമ്മൾ ക്യാബേജും ചേർക്കുന്നു. ഇവ നല്ല പോലെ ഒന്ന് വഴറ്റുന്നു. ആവശ്യത്തിന് ഉപ്പും ചേർക്കുന്നു ഇതിലേക്ക്. ഇവ നല്ല പോലെ മിക്സ് ചെയ്യുന്നു. നമ്മുടെ അരി വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ അരിയിലെ വെള്ളം ഒഴിവാക്കുന്നു. നമ്മുടെ അരി വെന്ത് നല്ല പോലെ എല്ലാ അരികളും വേറിട്ട് തന്നെയാണ് നിൽക്കുന്നത്, ഒട്ടിപ്പിടിച്ചിട്ടില്ല. ഇനി നമ്മളിതിലേക്ക് വളരെ ചെറുതായി കട്ട് ചെയ്ത ചെറിയുള്ളി അതുപോലെ ഇഞ്ചിയും ചേർക്കുന്നു. ഇഞ്ചിയെല്ലാം വളരെ ചെറുതായിട്ടാണ് നമ്മളിതിൽ കട്ട് ചെയ്തിരുന്നത്. അവ ചെറുതായിട്ടൊന്ന് നമ്മൾ ചൂടാക്കണം, വളരെ ചെറുതായിട്ട്. കുറച്ചുകൂടി എണ്ണ ഒഴിക്കുന്നു. വെജിറ്റബിൾ ഫ്രൈഡ് റൈസിലെ വെജിറ്റബിൾസിനെല്ലാം നമുക്കൊരു 3/4 വേവ് മതി. അധികം വെന്ത് കഴിഞ്ഞാൽ ഇതിന് രുചി ഉണ്ടാവില്ല. അതിനാലാണ്. ഇതിലേക്ക് നമ്മൾ അവസാനമായിട്ട് ഉള്ളിത്തണ്ട് കൂടി ചേർത്ത് വഴറ്റുന്നു. ഇനി നമ്മളിതിലേക്ക് ക്യാപ്സിക്കം കൂടി ചേർക്കുകയാണ്. കുറച്ച് സോയാ സോസ് അതുപോലെ കുറച്ച് ചില്ലി സോസും കൂടി ഇതിലേക്ക് ചേർക്കുന്നു. നല്ല പോലെ ഇവയെല്ലാം മിക്സ് ചെയ്യുന്നു. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച റൈസ് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുന്നു. നമ്മൾ റൈസിലും അതുപോലെ വെജിറ്റബിളിലും ഉപ്പ് ചേർത്തതിനാൽ ഇതിൽ അഡീഷണലായിട്ട് നമ്മൾ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ കുരുമുളക് പൊടി കൂടി ചേർക്കുന്നു. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് തയ്യാറായി. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു ഡിഷാണിത്. വളരെ എളുപ്പത്തിൽ ഇത് തയ്യാർ ചെയ്യാം. കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.